Hi guys, welcome back to Harrow's Carnival. Sojinaണെങ്കിൽ മിസ്റ്റർ ബേക്കിന്റെ റൂമിൽ കയറി അവന്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ആ ഒരു ബാഗിൽ നിന്നും അവക്ക് ഒരു ഫയൽ കിട്ടാണ്. ആ ഒരു ഫയലിന്റെ ഉള്ളിൽ നിന്നും ഒരു വാണ്ടഡ് നോട്ടീസ് അവക്ക് കിട്ടുകയാണ്. അതില് നമ്മുടെ ഡാൻറ്റിയുടെ ഫോട്ടോ ആയത് കേട്ടോ. അവളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് മിസ്റ്റർ ബേക്ക് ആ ഒരു റൂമിലോട്ട് കയറി വരുന്നത്. മിസ്റ്റർ ബേക്ക് ചോദിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? എന്തിനാണ് എന്റെ സാധനങ്ങൾ നിങ്ങൾ പരിശോധിക്കുന്നത്? അപ്പൊ സോൻ ചോദിക്കുന്നു, ഇത് ഡാൻറ്റി അല്ലേ? എനിക്കറിയാം ഇത് ഡാൻറ്റി തന്നെയാണ്. പക്ഷേ അവനൊരു പിടിവിട്ട പുള്ളിയാണോ? എന്ത് ക്രൈമാണ് അവൻ ചെയ്തത്? പക്ഷേ ഇതിലുള്ള പേര് ബേക്ക് ജൂൻകി എന്നാണല്ലോ. ആ ഒരു പേര് നിങ്ങളുടെ അല്ലേ? എന്തോ ഒരു കാര്യം നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറയൂ, നിങ്ങളും ഡാൻറ്റിക്കുള്ള ആ ഒരു രഹസ്യം എന്താണ് എന്നൊക്കെ സോൻ ചോദിക്കുമ്പോൾ മിസ്റ്റർ ബേക്ക് പറയുന്നു, മാം നിങ്ങൾക്ക് ആള് മാറിയതാണ്. ഇത് ഡാൻറ്റി അല്ല, ഇത് വേറെ ഏതോ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇനി മേല എന്റെ സാധനങ്ങൾ എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ പരിശോധിക്കാൻ പാടില്ല എന്ന് മിസ്റ്റർ ബേക്ക് പറഞ്ഞ ആ ഒരു നോട്ടീസ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങാണ്. അപ്പൊ ഇവരുടെ ഒരു സംസാരം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഡാൻറ്റി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുറിയുടെ പുറത്തേക്ക് സോജന ഇറങ്ങുമ്പം ഈ ഒരു ഡാൻറ്റിയെ കാണുന്നുണ്ട്. അല്ല, നീ എന്താ ഞങ്ങൾ പറയുന്നില്ല ഒളിച്ച് കേൾക്കുമായിരുന്നോ? എനിക്കറിയാം ആ ഒരു നോട്ടീസിലുള്ളത് നിന്റെ ഫോട്ടോയാണെന്ന്. എന്താ നിന്റെ പേര് ബേക്ക് ജൂൻകി എന്നാണോ? എന്ത് തെറ്റിയിട്ടാണ് നീ ആ ഒരു ക്രൈം ലിസ്റ്റിൽ നിൽക്കുന്നത്? ഡാൻറ്റി പറയുന്നു, ആ അകത്തുള്ളത് ഒരു ഫ്രോഡാണ്. നീ അവൻ പറയുന്ന ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. അവനെ ഈ ഒരു വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ എന്റെ കൂടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഡാൻറ്റി അവിടുന്ന് പോവാണ്. അപ്പൊ സോജൻ പറയുന്നു, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഡാൻറ്റിയെ ഇല്ലാതാക്കാൻ എനിക്ക് ഡാൻറ്റിയുടെ സഹായം തന്നെ വേണമെന്ന്. ഈ ഒരു ടൈമില് നമ്മുടെ മിസ്റ്റർ ബേക്ക് ആണെങ്കിൽ സോജനെടുത്ത ആ ഒരു ഫയൽ ഇങ്ങനെ പരിശോധിക്കുമ്പം ആ ഫയലിൽ നിന്ന് അവന് മറ്റൊരു സാധനം കൂടെ കിട്ടാണ്. അത് ഒരു ബാങ്ക് കാർഡായിരുന്നു. നമ്മുടെ ലോഗൻ ലീയുടെ ബാങ്ക് കാർഡാണ് അത്. അപ്പം അവന്റെ മനസ്സിലേക്ക് കുറേ മാസങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ കടന്നു വരികയാണ്. 6 മാസങ്ങൾക്ക് മുമ്പ്. അതെ, ഈ ഒരു ടൈമില് അവനൊരു ഭ്രാന്ത് ആശുപത്രിയിലാണ്. അവനെ ഡാൻറ്റി ആ ഒരു ഭ്രാന്ത് ആശുപത്രിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. പെട്ടെന്ന് ആ സെല്ലിന്റെ മുമ്പിൽ ഒരു ഡോക്ടർ വന്ന് ഇരിക്കുകയാണ്. അതെ, അത് നമ്മുടെ ലോഗനായിരുന്നു കേട്ടോ. ലോഗനാണെങ്കിൽ ഈ മിസ്റ്റർ ബേക്കിനെ ഈ ഒരു ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിനുള്ള പ്ലാനും ഇവന് പറഞ്ഞു കൊടുക്കാണ്. നാളെ രാവിലെ 2 മണിക്ക് ഒരു കറണ്ട് കട്ടുണ്ടാവും. ആ ഒരു ടൈമില് ഈ ഒരു അഴിയുടെ പൂട്ട് ഞാൻ തുറന്നിട്ടേക്കാം. ആ ഒരു സമയം നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മാത്രമല്ല, നമ്മൾ ഇനി കാണുന്നത് വരെ നിന്റെ ചിലവിനായിട്ടുള്ള പൈസ ഈ ഒരു ബാങ്ക് കാർഡിലുണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു കാർഡ് ലോഗനാണ് ഇവനെ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് നമ്മുടെ മിസ്റ്റർ ബേക്ക് ആ ഒരു ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നത്. അവിടെ വെച്ച് കട്ടയിൽ നമ്മളെ കാണിക്കുന്നത് കെങ്ങനെയാണ്. കെങ്ങാണെങ്കിൽ താൻ അടിച്ചു മാറ്റിയ ആ ഒരു സാധനം തിരിച്ചു വെക്കാനായിട്ട് സുറിയോന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവളാണെങ്കിൽ സുറിയോന്റെ സീലായിരുന്നു കേട്ടോ മോഷ്ടിച്ചു പോയെ. അത് തിരികെ വെച്ചോണ്ടിരിക്കുന്ന ടൈമിലാണ് സുറിയോൻ ആ ഒരു മുറിയിലോട്ട് കയറി വന്നത്. എനിക്കറിയാമായിരുന്നു നീയാണ് ആ ഒരു കാര്യം മോഷ്ടിച്ചിരുന്നത്. എന്തിനു വേണ്ടിയാണ് മോളെ നീ എന്റെ സീല് മോഷ്ടിച്ചത്? നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണോ നീ ഒരു മോഷണം തുടങ്ങിയത്? അപ്പം കെങ് പറയുന്നു, എന്താ എന്റേതായ എല്ലാത്തിനെയും അമ്മയും ഇപ്പൊ മോഷ്ടിച്ചോണ്ടിരിക്കുകയല്ലേ? ഞാൻ നിന്നെ എന്ത് കാര്യമാണ് മോളെ മോഷ്ടിച്ചത് എന്ന് സുറിയോൻ ചോദിക്കുമ്പോൾ പറയാണ്, എനിക്കറിയാം ഈ ഒരു പെൻ ഹൗസിന് വേണ്ടിയല്ലേ അമ്മ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്. ആരാ മോളെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞേ? നിന്റെ അച്ഛനാണോ? എനിക്കും നിനക്കുള്ളിൽ വഴക്കുണ്ടാവാൻ വേണ്ടിയാണ് നിന്റെ അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ കെങ് ചോദിക്കുന്നു, എനിക്കും അറിയാം അമ്മ എന്നെ അച്ഛനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് അച്ഛൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടി അച്ഛൻ എന്തെല്ലാം സഹായങ്ങളാണ് എനിക്ക് ചെയ്തു തന്നത്. സുറിയോൻ ചോദിക്കുന്ന, സഹായമോ? മറ്റുള്ള കുട്ടികളെ ചതിച്ച് അവരെ ആ ഒരു കോമ്പറ്റീഷനിൽ പരാജയപ്പെടുത്തുന്നതാണോ നിന്റെ അച്ഛൻ നിനക്കത് സഹായം? എന്തായാലും അമ്മയുടെ കൂട്ട് എന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് ഈ ഒരു സ്കൂളിൽ നിന്ന് എന്റെ അച്ഛൻ പുറത്താക്കിയില്ലല്ലോ, എന്നെ ചതിച്ചില്ലല്ലോ. നിങ്ങൾ ഒരിക്കലും എന്റെ അമ്മയല്ല എന്ന് കെങ്ങാകെ ദേഷ്യത്തോടെ സുറിയോനോട് പറയാണ്. സുറിയോൻ പറയുന്നു, നീ അനുഭവിക്കുന്നതൊക്കെ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. അതിന് നീ വെറുതെ മറ്റുള്ളവരെ പഴിചാറേണ്ട കാര്യമില്ല. എന്തായാലും നീ ഇപ്പൊ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഉറപ്പായിട്ട് നീ അനുഭവിച്ചേ പറ്റൂ. നിനക്കെതിരായിട്ട് ഞാൻ പോലീസിൽ കേസ് കൊടുക്കാൻ പോവാണ്. കെങ് പറയുന്നു, കൊടുത്തോളൂ, എന്റെ അച്ഛനെ നിങ്ങൾ ജയിലിലാക്കിയില്ലേ, അതുപോലെ എന്നെ നിങ്ങൾ ജയിലിലാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തോടെ കെങ് ആ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്.
ഇവിടെ നമ്മുടെ യൂൻഹയാണെങ്കിൽ ആ ഒരു ഡിറ്റക്റ്റീവ് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഡിറ്റക്റ്റീവിൽ നിന്ന് ഇവിടെ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഹേയിന്റെ അമ്മ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവളെ കൊന്നത് മറ്റാരുമല്ല ഡോങ് പില്ലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഹേയിന്റെ അമ്മയുടെ പേര് മീ സൂക്ക് എന്നാണ്. ശരിക്കും ഈ ഒരു ഡോങ് പില്ല് സ്വയം ഈ ഒരു കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. ഡോങ് പില്ലിനെ അറസ്റ്റ് ചെയ്തതിനു മുമ്പ് പോലീസുകാർക്ക് മറ്റൊരു വ്യക്തിയെ സംശയം ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തി ഈ ഒരു ഹെയിന്റെ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അവളുടെ മരണത്തിന് മുമ്പ് വരെ ഈ ഒരു വ്യക്തിയുടെ ഫോൺ കോളുകൾ അവൾക്ക് എത്തിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ അത് ആരാന്ന് യൂൻഹെ ചോദിക്കുമ്പം ആ ഒരു ഫയൽ റെക്കോർഡ്സ് ഒക്കെ ഇവളെ ആ ഒരു ഡിറ്റക്റ്റീവ് കാണിക്കുകയാണ്. അത് JK ഹോൾഡിങ്സ് എന്ന കമ്പനിയിൽ നിന്നുള്ള നമ്പർ ആയിരുന്നു. അങ്ങനെ അത് യൂൻഹയ്ക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നു ഡാൻറ്റയാണ് ഇതിനെല്ലാം പിന്നിലെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ലീയെ കാണാൻ അവന്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ ജയിലിലോട്ട് പോയ ടൈമില് ഈ ഒരു അമ്മ ഇവനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പം ഇവര് തിരിച്ചെത്തിയ എന്താന്ന് വെച്ചാ ഷോൺസോ ഡിസ്ട്രിക്റ്റിലെ ഡെവലപ്മെന്റ് വരുവാണല്ലോ. മാത്രമല്ല നമ്മുടെ ലീക്ക് ഷോൺസോ ഡിസ്ട്രിക്റ്റില് ഒരുപാട് സ്ഥലങ്ങൾ അവൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പത്ത് വന്നപ്പം അമ്മയും കൂടെ വന്നേക്കാണ്. നേരത്തെ ഈ ഒരു അമ്മയും ഷോൺസോ ഡിസ്ട്രിക്റ്റില് സ്ഥലങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഷോൺസ് ഒരു കുംഭഭൂമി ആയ ടൈമില് ഇവര് ഇതൊക്കെ ലീക്ക് തിരിച്ചു കൊടുത്തിട്ടാണ് പോയത്. അപ്പൊ ഇതൊക്കെ ഇവർക്ക് വാങ്ങണം. അതിനു വേണ്ടിയാണ് ഇവള് ലീയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. പക്ഷെ ലീ ആണെങ്കിൽ ഇതൊട്ടും സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്റെ അമ്മയല്ല, എന്നെ ജയിലിൽ പോയപ്പോ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടോ? ഈ ഷോൺസോ ഡിസ്ട്രിക്റ്റിലെ സ്ഥലം അത് എനിക്ക് ശരിക്കും ഒരു വലിയ ലോട്ടറി പോലാണ്. എന്റെ മോൻ മിൻഹെക്കിനെ ഞാൻ സിയോൾ യൂണിവേഴ്സിറ്റിയിലേക്കും അവന് വേണ്ടി സോളോ കൺസേർട്ടുകളൊക്കെ ഞാൻ നടത്തും. അതിനുവേണ്ടി ഷോങ്ങ ആർട്സ് സെന്ററിന്റെ ഡയറക്ടർ ആവാൻ പോവാണ് ഞാൻ എന്നൊക്കെ ലീഗിനെ വെല്ലുവിളിക്കാനായിട്ടോ. അതെ, നമ്മുടെ ഷോങ്ങ ആർട്സ് സെന്ററിന്റെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അതിനൊരു ഡയറക്ടർ കൂടി വേണം കേട്ടോ. അപ്പൊ ഇന്നാണ് ഷോങ്ങ ആർട്സ് സെന്ററിന്റെ ഉദ്ഘാടനം. അപ്പൊ സ്യോജന് നല്ല വിശ്വാസമുണ്ട് അവള് തന്നെ ആയിരിക്കും ആ ഒരു ഷോങ്ങ ആർട്സ് സെന്റർ ഡയറക്ടർ. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നമ്മുടെ ഡാൻറ്റെ സ്യോജനൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഡാൻറ്റെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമില് അവിടെ നമ്മുടെ മിസ്റ്റർ ബേക്ക് ഇരിക്കുന്നു. മിസ്റ്റർ ബേക്ക് ആണെങ്കിൽ ഒരു ഹായ് ഗുഡ് മോർണിംഗ് ചേട്ടാ എന്നൊക്കെ പറയുമ്പം ഡാൻറ്റെ ചോദിക്കുന്നു, നിനക്കൊരു നാണോ മാനോ ഇല്ലേ എന്റെ വീട്ടിൽ ഇങ്ങനെ കഴിയാൻ വേണ്ടി? ഇറങ്ങി പൊക്കോടെ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നു, ഓക്കെ ഞാൻ പോയിക്കോളാം, പക്ഷേ ഷോങ്ങ ഗ്രൂപ്പിന്റെ 50% അതെനിക്ക് നിങ്ങൾ തരണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഡാൻറ്റെ ചോദിക്കുന്നു, നിനക്ക് കുറച്ചെങ്കിലും നാടുണ്ടോ? എന്ത് അധികാരത്തിലാണ് നീ എന്റെ സ്വത്തിന്റെ 50% ചോദിക്കുന്നത്? എന്റെ അച്ഛനന്മാരുടെ പൈസ ഉപയോഗിച്ച് തന്നെയല്ലേ നിങ്ങൾ ഇതെല്ലാം കെട്ടിപ്പൊക്കിയത്. അപ്പൊ ഉറപ്പായും അതില് എനിക്കും അവകാശം ഉണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ മിസ്റ്റർ ബേക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാണ്, സൂര്യോൻ ഇപ്പോഴും സുന്ദരിയാണല്ലോ അല്ലേ? പണ്ടത്തെ കൂട്ട തന്നെ. പണ്ടത്തെ കൂട്ടോ? അതിനാ നീ അങ്ങനെ വെച്ച് നീ എന്താ മുമ്പ് അവളെ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ മിസ്റ്റർ ബേക്കിന്റെ ഫസ്റ്റ് ക്രഷ് ആയിരുന്നു ഈ ഒരു സൂര്യോൻ. ഇവന് പണ്ട് തൊട്ടേ ഇവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും വലിയ ബിസിനസ്മാന്റെ മക്കളായിരുന്നല്ലോ. ശരിക്കും അങ്ങനെയാണ് ഈ ഒരു കല്യാണ ആലോചന നമ്മുടെ ഡാൻറ്റയ്ക്ക് വന്നതും. ഈ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയിലാണല്ലോ നമ്മുടെ ദുഷ്ടനായ ഡാൻറ്റെ ഇപ്പോൾ ജീവിക്കുന്നതും. അങ്ങനെയായിരുന്നല്ലോ അവൻ സൂര്യോനെ കല്യാണം കഴിച്ചതും ഒക്കെ. മിസ്റ്റർ ബേക്ക് ചോദിക്കുന്നു, അല്ല നിന്റെ മോള് ക്ലാസിക്കൽ മ്യൂസിക് അല്ലേ പഠിക്കുന്നത്? മറന്നുപോയോ? എൻ്റെ അമ്മ ഒരു ക്ലാസിക്കൽ സിംഗർ ആയിരുന്നില്ലേ? അതുപോലെ തന്നെ നിനക്ക് വൈനും ക്ലാസിക്കൽ മ്യൂസിക്കും അതുപോലെ കുറച്ച് വൃത്തിയുടെ ശീലങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ ശീലങ്ങളല്ലേ? എന്താ നീ എൻ്റെ അച്ഛനെ പോലെ ആവാൻ ശ്രമിക്കുകയാണോ എന്ന് നമ്മുടെ മിസ്റ്റർ ബേക്ക് ചോദിക്കുമ്പം ഡാൻറ്റെ ആകെ ദേഷ്യത്തോടെ ഇങ്ങനെ ഇടിച്ച് വീഴ്ത്താനായിട്ടോ തിരിച്ചടിക്കാനായിട്ട് മിസ്റ്റർ ബേക്ക് ഇങ്ങനെ എണീക്കുന്ന ടൈമിലാണ് സ്യോജൻ അങ്ങോട്ട് വരുന്നത്. ഇവൻ കാണുന്നു. പെട്ടെന്ന് തന്നെ സ്യോജൻ അങ്ങോട്ട് ഓടി വരികയാണ്. ഡാൻറ്റെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങളുടെ ഗസ്റ്റിനോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നേ എന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ബേക്ക് പറയുന്നു, അങ്ങനൊന്നും ഇല്ല, അത് ഞാനാണെങ്കിൽ ചേട്ടനെ ചെറുതായിട്ടൊന്ന് കളിയാക്കുമായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ ഡാൻറ്റി എത്രത്തോളം അഭിമാനമുള്ള വ്യക്തിയാന്ന്. ഇതെല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തല്ലേ? അപ്പൊ സ്യോജൻ പറയുന്നു, ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടോ? ശരിക്കും ഡാൻറ്റയുടെ അച്ഛൻ ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു. എന്താ നിങ്ങൾക്ക് അറിയില്ലേ?
ഓ അങ്ങനെയാണല്ലേ ഇവൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ ശരിയാണ് എന്ന് മിസ്റ്റർ ബേക്ക് പറയാണ്. ഇതെല്ലാം കേട്ട ആകെ ദേഷ്യത്തോടെ ഡാൻറ്റെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവരാണെങ്കിൽ ആ ഒരു ഹെറ പാലസിന്റെ പ്രതിമയുടെ അടുത്തോടൊക്കെ ആകെ ദേഷ്യത്തോടെ ഏതാണ്ടൊക്കെ ചവിട്ടിക്കൂട്ടിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സമയം നമ്മുടെ ഡോങ് പില്ലും അവിടെ നിപ്പോണ്ടായിരുന്നു. ഡോങ് പില്ലോട് ചോദിക്കുന്നു, അല്ല ഇവിടുത്തെ പണിയൊന്നും ഇതൊരു കഴിയാറായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോങ് പിൽ അറിയുന്നത് അതെ ഇതേ കുറച്ചും കൂടെ ഉണ്ട്, ഈ ഒരു ഡ്രെയിനേജ് ഒക്കെ വൃത്തിയാക്കാണ് എന്ന് ഡോങ് പിൽ പറയാണ്. ഈ ഒരു ടൈമില് നമ്മുടെ യൂൻഹെ ഡോങ് പില്ലിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അവനോട് ചോദിക്കാണ്, നിങ്ങൾക്ക് മീസോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയാമോ? ഡോങ് പിൽ അറിയുന്നു, എനിക്ക് അങ്ങനെയുള്ള ആരെയും അറിയത്തില്ല. ഓ അപ്പോൾ നിങ്ങൾ തികച്ചും അപരിചിതയായ ഒരു വ്യക്തിയാണോ കൊന്നു കളഞ്ഞത്? അതെ, നമ്മുടെ ഡോങ് പിൽ കൊന്ന ആ ഒരു വ്യക്തിയുടെ പേരാണല്ലോ മീസോക്ക് എന്നത്. ഡോങ് പിൽ പറയുന്നു, ഞാൻ ഒരാളെ കൊന്നത് എന്നുള്ളത് സത്യം തന്നെ, പക്ഷേ അതിനുള്ള ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിയതാണ്. ഇനിയും മേല ആ ഒരു കാര്യം നിങ്ങൾ എന്റെ മുമ്പിൽ ആവർത്തിക്കേണ്ടതില്ല. അപ്പം യൂൻഹെ പറയുന്നു, നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാലോ ഈ മീസൂക്ക് ആരാണെന്ന്. മീസൂക്ക് ഹെയിന്റെ അമ്മയാണ്. ഹെയിനോ അത് നമ്മുടെ സൂര്യോന്റെ വളർത്തു മകളല്ലേ. എനിക്കറിയാം ഡാൻറ്റയാണ് ആ ഒരു സ്ത്രീയെ കൊന്നേന്ന്. നിങ്ങളുടെ മേല് ആ ഒരു കുറ്റം അടിച്ചമർത്തിയതല്ലേ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഡാൻറ്റയുടെ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഹെയിന്റെ അമ്മയെ ഡാൻറ്റെ കൊന്നത് എന്നൊക്കെ ഡോങ് പില്ലോട് ചോദിക്കുമ്പം ഡോങ് പിൽ എനിക്കൊന്നും അറിയില്ല, നീ ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ ആകെ ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ്. ഡാൻറ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ തന്റെ സെക്രട്ടറിയോട് ഡോങ് പില്ലിന്റെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം, അവൻ എവിടെയൊക്കെ പോയാലും അവനെ പിന്തുടരണം എന്ന് പറയുകയാണ്. ഇവിടെ സ്കൂളിലാണെങ്കിൽ എൻബിയോളുടെ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അവളുടെ കൂടെ തന്നെ നമ്മുടെ പിങ്കു ഉണ്ട്. എൻബിയോൾ ആണെങ്കിൽ പിങ്കിനോട് അനുവാദം വാങ്ങിച്ചിട്ട് വാഷ്റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ കുട്ടികളൊക്കെ ഇവളെ ഓരോന്നോരം കളിയാക്കുന്നുണ്ട്, പക്ഷേ ഇവളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു ടൈമിലാണ് രോന അങ്ങോട്ടേക്ക് വരുന്നത്. രോനയാണെങ്കിൽ എൻബിയോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഈ ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ എൻബിയോള് കെങ്ങിനെ കണ്ടായിരുന്നോ എന്ന് എൻബിയോളോട് ചോദിക്കുമ്പം ഇല്ല അവൾ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ ഈ എക്സാമിന് മുമ്പ് എൻബിയോളിന്റെ കൂടെ നമ്മുടെ പിങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് രോനയുടെ ഫോണ് എൻബിയോളിന്റെ പോക്കറ്റിൽ വന്നതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ. അപ്പൊ രോന ചോദിക്കുന്നുണ്ട്, ഈ പിങ്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തി തന്നെയാണോ? നീ എന്തിനു വേണ്ടിയാ ഇപ്പോഴും ഈ ഒരു പിങ്കിനൂടെ കഴിയുന്നേ? നിന്റെ അമ്മയുണ്ടല്ലോ, അമ്മയുടെ അടുത്ത് എന്താ പോവാത്തേ എന്നൊക്കെ എൻബിയോളോട് ചോദിക്കുന്ന ഈ ഒരു സമയമാണ് പിങ്ക് അങ്ങോട്ട് കയറി വന്നിട്ട് എൻബിയോളുടെ അവിടുന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ. അപ്പൊ എൻബിയോള് പതുക്കെ രോനയോട് എന്നെ സഹായിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ രോനയ്ക്ക് പിങ്കിനെ നല്ല സംശയം വരികയാണ്. അവളാണെങ്കിൽ ഹൂനോട് ഒരു സഹായം ആവശ്യപ്പെടാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഷോങ്ങ ആർട്സ് സെന്ററിന്റെ ഉദ്ഘാടനമാണല്ലോ ഇന്ന്. സ്യോജൻ താൻ കഷ്ടപ്പെട്ട് പണിതെടുത്ത ആ ഒരു ഇത് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതെ, അവളുടെ അച്ഛന്റെ സ്വപ്നമായിരുന്നു ഈ ഒരു ഷോങ്ങ ആർട്സ് സെന്റർ. അവൾ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് ഡാൻറ്റയും ലീയുടെ വൈഫും മിസസ് ക്യാങ്ങും കയറി വരുന്നത്. അപ്പൊ ഇവരിൽ നിന്ന് ഇവളൊരു കാര്യം അറിയാണ്, നമ്മുടെ ലീയും അതുപോലെ മിസസ് ക്യാങ്ങും ഒക്കെ ഈ ഒരു ഡയറക്ടർ പദവിക്കായിട്ട് മത്സരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഡയറക്ടർ പദവിക്ക് മത്സരിക്കണമെങ്കിൽ മിനിമം യോഗ്യത ഈ ഒരു ഷോങ്ങ ആർട്സ് സെന്ററിന്റെ 5% ഇവർക്ക് വേണം. ഷെയർ ഇവർ വാങ്ങിയിരിക്കണം. അപ്പൊ ഇവരുടെ രണ്ട് കയ്യിലും 5% ഷെയർ ഉണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ചിരിക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ യൂൻഹെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പൊ ഇവര് ചോദിക്കുന്നല്ല, നീ എന്താ ഇവിടെ? നിന്നെയും ഈ ഒരു സെറിമണിക്കായിട്ട് ക്ഷണിച്ചായിരുന്നു. അപ്പം യൂൻഹെ പറയുന്നു, ഞാനും ഈ ഒരു ഷോങ്ങ ആർട്സ് സെന്ററിന്റെ ഡയറക്ടർ പദവിക്കായിട്ട് മത്സരിക്കാൻ വന്നേക്കാണ്. അപ്പൊ ഇവര് കളിയാക്കുന്നുണ്ട്, ഒരു കൊലപാതകയാണോ ഷോങ്ങ ആർട്സ് സെന്ററിന്റെ ഡയറക്ടർ ആവാൻ പോകുന്നത്? അപ്പൊ യൂൻഹെ പറയുന്നു, എനിക്ക് ഈ ഒരു ഷോങ്ങ ആർട്സ് സെന്ററിന്റെ 20% ഷെയർ ഉണ്ട്. അപ്പൊ ഉറപ്പായും എനിക്കും മത്സരിക്കാലോ. ഇത് കേട്ട് സ്യോജനാകെ ഞെട്ടി നിൽക്കാണ്. അവക്കാണെങ്കിൽ 15% ഷെയർ ഈ ഒരു ഷോങ്ങ ആർട്സ് സെന്ററിന്റെ ഉള്ളു കേട്ടോ. അങ്ങനെ ആ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് സ്യോജന ആകെ ദേഷ്യത്തോടെ സൊറൂരിന്റെ അടുത്തേക്ക് ചെല്ലാണ്. നിനക്ക് അറിയായിരുന്നോ യൂൻഹെ 20% ഷെയർ ഞങ്ങളുടെ ഷോങ്ങ ആർട്സ് സെന്ററിന് വാങ്ങിയെന്ന്? എനിക്കറിയാം, ഇത് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ പ്ലാൻ അല്ലേ. അപ്പം സൂര്യോന് ഈ ഒരു കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. യൂൻഹെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്യോജിൻ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പം ഈ ഒരു ഉദ്ഘാടനം നടക്കുന്ന ആ ഒരു ടൈമില് നമ്മുടെ ലീയും
ഡാൻറ്റിയും അതുപോലെ ലീയുടെ വൈഫ് മിസ്സിസ് ക്യാങ് മാറി നിന്ന് യൂൻഹയെ പറ്റി ഓരോ കുറ്റവും കൂറൊക്കെ പറയായിരുന്നു. ലീയുടെ വൈഫിൽ നിന്ന് മിസ്സിസ് ക്യാങ് അറിയുന്നു ഈ ഒരു ലോഗന്റെ കാണാതെ പോയ $10 ബില്യൺ കാര്യം. അത് യൂൻഹയാണ് മോഷ്ടിച്ചതെന്നാണ് മിസ്സിസ് ക്യാങ്ങിനോട് ലീയുടെ വൈഫ് പറയുന്നത്. അതുപോലെ ഡാൻറ്റിയും ലീയും ഈ ഒരു സെയിം കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീ പറയുന്നു നമുക്ക് ആ ഒരു $10 ബില്യൺ യൂൻഹയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റണം എന്നൊക്കെ ലീ പറയാണ്. അങ്ങനെ ഇവരെ യൂൻഹയെ പിന്തുടർന്ന് പോവാണ് കേട്ടോ. യൂൻഹ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു ബാങ്കിലാണ്. ലോഗന്റെ ബാക്കിയുള്ള പണമെല്ലാം ഒരു ചെക്കിലേക്ക് ആക്കാനായിട്ട് ഇവൾ ആ ഒരു സെക്രട്ടറിയോട് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുമ്പം ഇവള് കാണുന്നുണ്ട് കേട്ടോ തന്നെ മറഞ്ഞിരുന്ന് നിരീക്ഷിക്കുന്ന ലീയെയും ലീയുടെ വൈഫിനെയും മിസ്സിസ് ക്യാങ്ങിനെയും ഡാൻറ്റിയൊക്കെ. അവിടുന്ന് യൂൻഹി നേരെ പോയത് സൂര്യോനെ കാണാനാണ് കേട്ടോ. അപ്പൊ സൂര്യോൻ യൂൻഹിയോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു 20% ഷെയർ നീ വാങ്ങിയെന്നല്ലോ, ആ പൈസ എവിടെ നിന്നാണ് എന്ന് യൂൻഹിയോട് ചോദിക്കുമ്പോൾ യൂൻഹ പറയുന്നു അത് ഒരു ഇൻവെസ്റ്റ് ചെയ്താണ്, അങ്ങനെയാണ് ഞാൻ ആ ഒരു സ്ഥലം വാങ്ങിയത്. അതുപോലെ തന്നെ കെങ്ങിനെ പറ്റി ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സൂര്യോൻ പറയുന്നുണ്ട് തന്റെ സീല് കെങ് മോഷ്ടിച്ച കാര്യം. അപ്പം യൂൻഹി ചോദിക്കുന്നു അല്ല ആ ഒരു സീൽ ഉപയോഗിച്ച് ഡാൻറ്റി എന്താണ് നേടിയെടുത്തത്? അപ്പൊ ഈ ഒരു പെൻ ഹൗസും അതുപോലെ ഷോൺസു ഡിസ്ട്രിക്റ്റിലെ ആ ഒരു സ്ഥലവും ഇപ്പം ഡാൻറ്റയുടെയും ഹോന്റെയും പേരിലേക്ക് ഡാൻറ്റെ മാറ്റിയിരിക്കുകയാണ്. അപ്പം യൂൻഹയ്ക്കും സൂര്യനും സംശയം, അല്ല ഇത് മോഷ്ടിച്ചെടുത്ത് കൊടുത്തത് കെങ് ആണ്, പക്ഷെ എന്തുകൊണ്ടാണ് അത് ഹൂന്റെയും ഡാൻറ്റയുടെ പേരിലേക്ക് അയാൾ മാറ്റിയത്? സഹോദരങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുമോ ഡാൻറ്റി ഇത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് യൂൻഹയുടെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം വരുന്നത്. ഇല്ല ഒരിക്കലുമല്ല, അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് യൂൻഹ പറയുമ്പോൾ സൂര്യ അല്ല എന്താ നീ പറയുന്നേ? ഒന്നുമില്ല ചേച്ചി, എനിക്ക് എൻ്റെ ഉള്ളൊരു സീക്രട്ട് ഉണ്ട്, പക്ഷേ അതിപ്പോൾ എനിക്ക് ചേച്ചിയോട് പറയാൻ കഴിയുകയില്ല. അതുപോലെ നമ്മുടെ സൂര്യോൻ ശരിക്കും പ്രസവിച്ചത് US ഒരു ഹോസ്പിറ്റലായിരുന്നു. പിന്നീടാണ് അവളും ആ ഒരു കുട്ടിയും ഈ ഒരു തിരിച്ച് കൊറിയയിൽ എത്തി കേട്ടോ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സൂര്യോട് ചോദിക്കുമ്പോൾ ഓൾറെഡി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പണ്ടേ തന്നെ അടച്ചു പൂട്ടിയതാട്ടോ. അങ്ങനെ ഇവരതേപ്പറ്റി സംസാരിച്ചിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ മിസ്റ്റർ ബേക്ക് സൂര്യോനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അപ്പോഴേക്കും യൂൻഹ അവിടുന്ന് പോയി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മിസ്റ്റർ ബേക്കും സൂര്യോനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് മിസ്റ്റർ ബേക്ക് ഇപ്പോൾ ഇവിടെ വന്നത്. അതെ, അവനെ പറ്റിയുള്ള കാര്യങ്ങള് സ്യോജിൻ മനസ്സിലാക്കിയെന്ന് ഇവളെ അറിയിക്കുകയാണ്. അപ്പൊ സൂര്യ പറയുന്നു ഇല്ലില്ല ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, എന്തായാലും സ്യോജിൻ ഇപ്പൊ ഒരു പ്രശ്നത്തിന് വരുന്നില്ല. അപ്പൊ ഈ ഒരു ടൈമിലാണ് നമ്മുടെ മിസ്റ്റർ ബേക്ക് സൂര്യോന്റെ കൈക്കട നിന്ന ആ ഒരു മോതിരം കാണുന്നത്. അപ്പൊ അവൻ ചോദിക്കുന്നു അല്ല ലോകന്റെ മരണത്തെ പറ്റി എന്തെങ്കിലും തെളിവ് ലഭിച്ചോ? അവള് പറയുന്നു ഇല്ല, ആ ഒരു കാറ് മൊത്തത്തിൽ നശിച്ചായിരുന്നല്ലോ, അപ്പൊ അതിലുണ്ടായിരുന്ന ക്യാമറയും എല്ലാം കത്തിപ്പോയായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്നിരുന്ന ആ ഒരു വൃദ്ധൻ ഡാൻറ്റയാണെന്ന് തെളിയിക്കാനുള്ള യാതൊരു തെളിവും ഇവരുടെ കയ്യിൽ ഇല്ലല്ലോ. അപ്പം മിസ്റ്റർ ബേക്ക് പറയുന്നു എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്കറിയാം നമ്മൾ സ്നേഹിച്ചവര് നമ്മുടെ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു വേദന എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നു എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന്, പക്ഷേ നമ്മൾ പണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂര്യനൊന്നും ഓർമ്മയില്ല കേട്ടോ, പണ്ട് എൻ്റെ അച്ഛന് നിങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മുടെ മിസ്റ്റർ ബേക്കിന്റെ അച്ഛന് പണ്ട് മുതലേ നമ്മുടെ സൂര്യോനെ അറിയാം, അതുപോലെ തന്നെ സൂര്യോന്റെ അച്ഛനെയൊക്കെ അറിയാം. മിസ്റ്റർ ബേക്കിന്റെ അച്ഛൻ ഒരു കോടീശ്വരനായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു ഐഡന്റിറ്റി വെച്ചാണല്ലോ ഡാൻറ്റെ സൂര്യോനെ കല്യാണം കഴിച്ചത്. മിസ്റ്റർ ബേക്ക് പറയും നിങ്ങൾ ഇപ്പോഴും പണ്ടത്തെ കൂട്ടാനെ നല്ല സുന്ദരിയാണ്, നിങ്ങളുടെ ചിരി അപ്പോഴത്തെ കൂട്ടാനെ വളരെ മനോഹരമാണ്, നിങ്ങളിപ്പോഴും പണ്ടത്തെ കൂട്ടാനെ വളരെ സുന്ദരിയാണ്, എപ്പോഴും നിങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ മിസ്റ്റർ ബേക്ക് ഇവളോട് പറയാണ്. യോൻഹെ തിരിച്ച് തൻ്റെ ഷോപ്പിലെത്തിയ ടൈമില് അവളെ കാത്ത് ഡാൻറ്റി അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡാൻറ്റി ഇവളോട് സംസാരിക്കണ്ടെന്ന് പറയുമ്പോൾ യൂൻഹെ പറയുന്നു ഇല്ല സോറി എനിക്ക് ഓൾറെഡി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഡാൻറ്റി പറയുന്നു ഇന്ന് രാവിലെ നിങ്ങളും ഡോങ്പിലും എന്നെ പറ്റി എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നെക്കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത്. ശരിക്കും നിങ്ങൾ ഡോങ്പിനോട് ചെയ്ത് വളരെ വലിയൊരു ക്രൂരതയാട്ടോ. ഡാൻറ്റി പറയുന്നു നീ ഒട്ടും തന്നെ മാറിയിട്ടില്ലല്ലോ, എന്തായാലും മറ്റൊരാളുടെ പണത്തിന്റെ മേലാണല്ലോ നീ ജീവിക്കുന്നത്, ആ ഒരു പൈസ വെച്ച് ജീവിക്കുമ്പം നിന്റെ മോളുടെ കാര്യം നോക്കി നിനക്ക് ജീവിച്ചുകൂടി. അപ്പൊ യൂൻഹ പറയുന്നു ഓ ലോകന്റെ ആ ഒരു $10 ബില്യൺ പറ്റിയല്ലേ നിങ്ങൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്, എന്താ ആ ഒരു പൈസ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഞാനത് പറഞ്ഞുതരാം, പക്ഷേ എന്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. എവിടെയാണ് സൂര്യോന്റെ മറ്റൊരു കുട്ടി?
എനിക്കറിയാം, US വെച്ച് സുറിയോനുണ്ടായത് ഇരട്ട കുട്ടികളായിരുന്നില്ലേ? അതില് ഒരാള് അവളുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചെന്നാണ് സുറിയോൻ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. അവൾ ആ ഒരു കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യത്തോടാണ് ജന്മം നൽകിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറ, ആ ഒരു കുട്ടി എവിടെയാണ്? മിൻസിയോളിനെ കൊന്നുപോലെ നിങ്ങൾ ആ ഒരു കുട്ടിയെ കൊന്നു കളഞ്ഞോ? എന്റെ വളർത്തമ്മേ, നിങ്ങളെ കൊന്നു കളഞ്ഞില്ലേ? നിങ്ങൾക്കെതിരെയുള്ള എന്തോ ഒരു തെളിവ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ അവരെ കൊന്നു കളഞ്ഞു? പറ, എവിടെയാണ് ആ ഒരു കുട്ടി എന്നൊക്കെ നമ്മുടെ യൂൻഹെ ഇവരോട് ചോദിക്കുകയും പറയുന്നു. നിർത്തുന്നേ, ഞാൻ ഒരു കാര്യത്തിലൂടെ പറഞ്ഞേക്കാം. ഉറപ്പായും നീ കാരണം തന്നെയായിരിക്കും സുറിയോൻ മരിക്കുന്നത് എന്ന് പറഞ്ഞ് ആകെ ദേഷ്യത്തോടെ ഡാൻസി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. യൂൻഹെ ആണെങ്കിൽ ഇപ്പൊ ചില പഴയ ഓർമ്മകളിലേക്ക് പോവാണ്. അതെ, അന്ന് ആ ഒരു ബാറിൽ വെച്ച് ലോകൻ മറ്റു ചില കാര്യങ്ങളൂടി അവളോട് പറഞ്ഞായിരുന്നു. സുറിയോൻ ജന്മം നൽകിയത് ഇരട്ട കുട്ടികൾക്കാണ്. പക്ഷേ സുറിയോനെ ഡാൻറ്റെ വിശ്വസിപ്പിക്കുന്ന പറഞ്ഞാൽ അവള് ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടുള്ളൂ. അത് മിൻസിയോളാണ്. മറ്റേ കുട്ടി അവളുടെ ആ ഒരു ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചു പോയെന്നാണ്. അങ്ങനെയൊക്കെയാണ് റെക്കോർഡ്സിലും ഉള്ളത്. പക്ഷേ ലോകൻ US ചെന്ന് തിരക്കിയ ടൈമിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവളുടെ ആദ്യത്തെ കുട്ടി വളരെ ആരോഗ്യവതിയായിട്ടാണ് ജനിച്ചത്. അതിനുശേഷം രണ്ടാമതായിട്ട് ജനിച്ചതാണ് നമ്മുടെ മിൻസിയോള്. അവള് ആകെ വീക്ക് ആയിരുന്നോണ്ട് തന്നെ അവളെ കൊറിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതെ, ആദ്യത്തെ കുട്ടി എവിടെയോ ജീവനോടെ ഉണ്ട്. ഈ ഒരു കാര്യം യൂൻഹയായിട്ട് യൂൻഹ ചോദിക്കുന്നു, എന്നാ പിന്നെ നമുക്ക് ഈ ഒരു കാര്യം സുറിയോട് പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് നിങ്ങളിത് അവളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? അപ്പൊ ലോകൻ പറയുന്നു, അതെ, അവൾ സുരക്ഷിതമായിട്ടാണ് ജനിച്ചത് എന്ന് എനിക്കറിയാം. പക്ഷേ ആ ഒരു കുട്ടി ഇപ്പോഴും ജീവനോടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഒരുപക്ഷെ ഡാൻറ്റെ അവളെ കൊന്നെങ്കിലോ? എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം നമുക്ക് സുറിയോനോട് പറയാം. എന്തായാലും എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ആ ഒരു കുട്ടിയെ കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണം. അതിനുവേണ്ടി എത്രത്തോളം, ഈ പണത്തിലെ എത്ര വേണം നിനക്ക് ഉപയോഗിക്കാം. അതെ, അതിനുവേണ്ടിയാണ് യൂൻഹെ ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കുട്ടി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു ടൈമില് ഡാൻസിങ്ങിനെ ആലോചിക്കുകയാണ്. യൂൻഹെ എന്തൊക്കെ മനസ്സിലായി കാണും. ഒരുപക്ഷെ അവക്കറിയാമോ ആ ഒരു കുട്ടി ജീവനോടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത പാട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.